ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇതൊരു ചെറിയൊരു ഒരു മണാലി വ്ളോഗാണ്. മണാലിയിലേക്കുള്ളൊരു യാത്രയും പിന്നെ അവിടെ നടന്ന സംഭവങ്ങളും. അത് ചെറിയൊരു വലിയ വ്ളോഗൊന്നുമല്ല. ഫസ്റ്റ് ഡേ ഡൽഹിയിലാണ്. പക്ഷേ വൈകുന്നേരമാണ് നമ്മുടെ മണാലിയിലേക്കുള്ള ബസ്സുള്ളൂ. അപ്പോൾ ഞങ്ങൾ ജുബ്ന മസ്ജിദിലും പിന്നെ റെഡ് ഫോർട്ടിലും കറങ്ങി തിരിഞ്ഞ് നടന്നു. കാരണം സമയം ചിലവഴിക്കണമല്ലോ. പിന്നെ ഡൽഹിയിലെ മെയിൻ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത് അവിടുത്തെ ഹോണടിയും ഒച്ചപ്പാടും ബഹളവും അൺസഹിക്കബിൾ. പിന്നെ നമ്മൾ റെഡ് ഫോർട്ടിൽ കുറച്ചധികം സമയം സ്പെൻഡ് ചെയ്തു. കാരണം അവിടുത്തെ ആർക്കിടെക്ചറും അവിടുത്തെ ഒരു രാജാക്കന്മാർ എങ്ങനെ താമസിച്ചു, അവരുടെ ലക്ഷ്യത്തും രാജാക്കന്മാർ ലക്ഷ്യം ജീവിച്ചായിരുന്നാലും അല്ലാത്തൊരു അറിയാലോ, ചരിത്രം അറിയാലോ, ഞാൻ പറയേണ്ട ആവശ്യമില്ല. പിന്നെ അവിടെ അധികം തിരക്കില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ പോയതിൻ്റെ ടൈം ആയതുകൊണ്ടായിരിക്കും വലിയ തിരക്ക് എനിക്ക് തോന്നിയിട്ടില്ല. ഇനി ചിലപ്പം ഈവനിങ് ആകുമ്പോൾ ചിലപ്പം തിരക്ക് വരുമായിരിക്കും. പിന്നെ അവിടുത്തെ എൻട്രൻസിൽ കുറച്ച് നേരം നടന്നു. ആ രാജകീയമായ ഒരു വീഥി, ആ ഒരു ആർക്കിടെക്ചർ നല്ലൊരു ഫീലിംഗ് ആയിരുന്നു. അങ്ങനെ അതുവഴി നടന്നപ്പോഴാണ് ഞങ്ങൾ ആലോചിച്ചത് സമയമായി ബസ്സിനുള്ളത്, എങ്ങോട്ട്, മണാലിയിലേക്കുള്ള. ഞങ്ങൾ പിന്നെ ചാടി പിടിച്ചു. പിന്നെ ഒരു ബഹളമായിരുന്നു. അയ്യോ, ബസ്സിൽ കയറി സമയം കഴിഞ്ഞു പോയി. നമ്മൾ ബസ്സിലെത്താൻ നേരത്ത് അങ്ങനെ ചാടി പിടിച്ച് ബസ്സിൽ കയറി ഇരുന്നു. ഉറങ്ങി എണീറ്റ് നോക്കിയപ്പോൾ ഉള്ള കാഴ്ചയാണത്, ആ പർവ്വത നിരകളുടെ ടോപ്പ്. വാവ്. അങ്ങനെ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി ടാക്സി പിടിച്ച് നേരെ ലക്ഷ്യം ഹോട്ടൽ. കുറച്ച് സ്ലിപ്പറി ആയിരുന്നു, കാരണം മഴയും കുറച്ച് മഞ്ഞ് വീഴ്ച ഉണ്ടായിരുന്നു. ഹോട്ടലിൻ്റെ പരിസരത്ത് മൊത്തവും മഞ്ഞ് വീണ് കിടക്കുമായിരുന്നു. അങ്ങനെ ഹോട്ടലിൽ കയറി ആ ബാൽക്കണിയിലോട്ട് കയറിയപ്പോഴാണ് ആ ഒരു ബ്യൂട്ടി മനസ്സിലായത്, മണാലിൻ്റെ ബ്യൂട്ടി. വാവ്. അടുത്ത ആ മഞ്ഞ് വീണ് കിടക്കുന്നതും ആ താഴ്വാരവും ആ കോടയും ഒരു സ്വർഗത്തിലെത്തിയൊരു അനുഭൂതിയായിരുന്നു. എത്തിയപ്പോൾ ഞങ്ങൾ ആ നല്ല വെളുപ്പാങ്കാലത്ത് എത്തിയത്. ആ സമയത്തുള്ള ഒരു വ്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ. കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. കുറച്ചും കൂടി നേരം കഴിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളവിടെ ഐസായിരുന്നേനെ, അമ്മാതിരി തണുപ്പാണ്. അങ്ങനെ രാവിലെ ഞങ്ങൾ ഒരുങ്ങി ഇറങ്ങി മണാലിയിൽ നിന്ന് എക്സ്പ്ലോർ ചെയ്യാൻ. ഞങ്ങൾ വിചാരിച്ച് രാത്രിയിലത്തെ അതേ കാലാവസ്ഥയിൽ രാവിലെ ഇരിക്കും. പക്ഷേ അങ്ങനെയായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ. ആ ഒരു അനുഭവം എന്ന് പറയുമ്പോഴത്തേക്ക് വേറൊരു ലെവലാണ്. വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു, കുറേ വണ്ടി കൂട്ടിയിടിക്കുന്നു. വല്ലാത്തൊരു അനുഭവമായിരുന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു അനുഭവം എനിക്ക് കിട്ടിയത്. അത് കാണണമെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെല്ലമക്കി അടുത്ത വ്ളോഗിനെ കാത്തിരിക്കുക. ഞാൻ പെട്ടെന്ന് വരാം. താങ്ക് യു.